everyone, welcome to In High Spirits. ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഐറിഷ് കോഫിയും വിസ്കിയും കൂടെ ചേർന്നാൽ എങ്ങനെയിരിക്കുന്നു നമുക്ക് നോക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐറിഷ് വിസ്കിയാണ് ഇതിനകത്ത് പ്രധാന താരം. സെക്സ്റ്റൺ ഐറിഷ് വിസ്കി. ആ പേര് കേട്ടാൽ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലേ? സെക്സ്റ്റൺ. എനിവേസ്, ഒരു പുതിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇവിടെ ഈ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ഐറിഷ് വിസ്കി എന്തുകൊണ്ട് സ്കോച്ച് ഉപയോഗിച്ചുകൂടാ? നമ്മളെല്ലാം നാട്ടിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം സ്കോച്ചല്ലേ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാം കൂടുതലും. അപ്പോൾ ഐറിഷ് വിസ്കി കിട്ടാനും പാടാണ്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിഷ് വിസ്കി കുറച്ചും കൂടെ സ്മൂത്തറാണ് ഈ സ്കോച്ച് വിസ്കീനെ കാട്ടി. അപ്പോൾ സ്മൂത്തർ എന്ന് പറയുമ്പോൾ എങ്ങനെ സ്മൂത്ത് ആകും? അത് 2 പ്രാവശ്യം ഡിസ്റ്റിൽ ചെയ്യുന്നുള്ളൂ, ഇത് 3 പ്രാവശ്യം ഡിസ്റ്റിൽ ചെയ്യുന്നുള്ളൂ. 3 പ്രാവശ്യം ഡിസ്റ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് വരും. പിന്നെ മോൾട്ടഡ് അൺമോൾട്ടഡ്, മറ്റത് മോൾട്ടഡും ഇത് അൺമോൾട്ടഡും. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കൂടുതൽ പോകണ്ട. നമുക്കറിയേണ്ടത് ഇത് സ്മൂത്താണ്, വളരെ നല്ലതായിട്ട് കോഫിയായിട്ട് ചേരും, അത് നല്ല സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. എന്തായാലും അതിൻ്റെ കൂടെ നമ്മൾ ക്രീം ഉപയോഗിക്കുന്നു. ഈ ക്രീം ഇത് തന്നെ ആകണമെന്നില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു തിക്ക് ക്രീമും ആകാം. പിന്നെ റോ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. റോ ഷുഗർ എന്തെന്നാൽ ബ്രൗൺ ഷുഗർ എന്ന് വെച്ചാൽ മറ്റേ സാധനമല്ല. ബ്രൗൺ ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഷുഗർ എപ്പോഴും കാണുമ്പോഴത്തേക്കും നമ്മൾ വെളുത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. നാച്ചുറലായിട്ടല്ല, അത് ബ്ലീച്ച് ചെയ്ത ഷുഗറാണ് നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം ബ്ലീച്ച് ചെയ്യാത്ത ഷുഗറാണ് റോ ഷുഗറാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു പ്രത്യേക ഒരു മെലിഷ് നല്ലൊരു ടേസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് അതിന് ഗാർണിഷായിട്ട് നമ്മൾ മാരഷീനോ ചെറി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചെറിയാണ്. അപ്പോൾ ആ ചെറി ഇത് ടോപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇരിക്കുന്നത് ഒരു തിക്ക് ഒരു കോഫി മഗ്ഗാണ്. അതിനകത്ത് ഞാൻ ഓൾറെഡി ഷുഗർ റിം ചെയ്തിട്ടുണ്ട്. അത് റിം ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ വെച്ചിട്ട് അതൊന്ന് കോട്ട് ചെയ്തിട്ട് ഈ റോ ഷുഗർ അതിനകത്ത് ഇത് ചെയ്തു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഇത് കാരമലൈസ് ചെയ്യാൻ നോക്കുവാണ്. ഈ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ചെയ്യും. ഓക്കെ, ഇത് നിർബന്ധമല്ല, ഇതൊരു ഓപ്ഷനാണ്. ഓക്കെ, അത്രയും മതിയോ? അതിൻ്റെ ഒരു മണമില്ലേ, ആ കാരമലൈസ്ഡ് ഷുഗർ വരുമ്പോഴത്തേക്കുള്ളൊരു മണം അടിപൊളിയാണ്. എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിൽ നോക്കാം. ഇതൊരു ഒരു ഡ്രിങ്കാണ്. സ്വീറ്റ് ഡ്രിങ്ക് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിനകത്തൊരു കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ആവശ്യം പോലെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം തൽക്കാലം ഇത്രയും മതി എന്ന് നമുക്ക് വിചാരിക്കാം. ഇവിടുത്തെ ഷുഗറിനെല്ലാം ഒരു മധുരം കുറവാണ്. എന്തായാലും whatever. അപ്പം ഇത് ആഡ് ചെയ്തു. ഇനി നമ്മൾ കോഫി ചെയ്യുകയാണ്. നെസ്പ്രെസ്സോ മെഷീനിലാണ് നമ്മൾ കോഫി ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ബിയാങ്കോ ഫോർട്ടെ എന്ന് പറഞ്ഞ ബ്ലെൻഡാണ്. അപ്പോൾ അത് ബെറിസ്റ്റ ഫ്ലേവേർഡ്, വിച്ച് മീൻസ് ഈ മിൽക്ക് അതിനകത്തോടെ ചേരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സ്മൂത്തറായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇത് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കപ്പ് ഇതിൻ്റെ അടിയിലോട്ട് വയ്ക്കാം. ആൻഡ് ലെറ്റ് ദ കോഫി ഡു ഇറ്റ്സ് പ്രോസസ്. അത് വാമപ്പ് ചെയ്യുവാണ്. ഇതൊരു 1 മിനിറ്റ് എടുക്കും ഇതിൻ്റെ കോഫി ഇത് ഫില്ല് ചെയ്ത് വരാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ സെഷനിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഷുഗർ ഇട്ടു. അപ്പോൾ ഞാൻ കോഫി വരുമ്പോഴത്തേക്ക് ഹോട്ട് കോഫി ആയതുകൊണ്ട് ഇത് ഹീറ്റപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. തിക്ക് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നമ്മൾ പൊട്ടായിരിക്കാൻ വേണ്ടിയാണ്. ഇനി അഥവാ കുറച്ചും കൂടെ തിന്ന ഗ്ലാസ് ആണെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വാമപ്പ് ചെയ്യുക. ആ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം റെഡി. നമുക്ക് ഇനി ആ കോഫി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പെർഫെക്റ്റ് ഒരു ഇത് കൊണ്ടുവന്നു. ഈ കാണുന്നത് ക്രീമല്ല, അത് ക്രെമ എന്ന് പറയും. അത് കോഫി ബീൻസ് ഹൈ പ്രഷറിൽ അത് ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് പതുക്കെ ക്ലിയർ ആയിട്ട് വരുന്നത് കണ്ടോ. അതിൻ്റെ ആ പതഞ്ഞ് വരുന്ന ആ ഒരു പതയാണ്. അത് നാച്ചുറലായിട്ട് ഉണ്ടാകാൻ പറ്റത്തില്ല. അത് ഇത്ര റെവല്യൂഷൻസ് പെർ സെക്കൻഡിൽ ഇതിൽ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്, ഈ ക്രമ. ഇനി നമുക്ക് നമ്മുടെ സെക്സ്റ്റൺ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മണമില്ലേ, ഈ ഹണി, ഫ്രൂട്ട്സ്, മസിപ്പാൻ, ആ
ആൽമണ്ട്സ് അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ നോട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 2 ounce ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഈ വിപ്പ് ക്രീം നമുക്ക് ഇത് ഫോം ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ മാരഷിന ചെറി പതുക്കെ സൈഡിൽ വയ്ക്കാം. There you go. അടിപൊളി ഐറിഷ് കോഫി. 2 സമയത്താണ് ഇത് കുടിക്കാൻ പറ്റുന്നത്. ഒന്ന് ആഫ്റ്റർ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു സമ്പ്രദായമുണ്ട്. ഡിന്നർ എല്ലാം കഴിഞ്ഞ് നമ്മൾ കോക്ടെയിൽസ് വൈൻ ഇതെല്ലാം കഴിഞ്ഞു, ഡെസേർട്ടും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഒരു കോഫിയും ചിലർ കോഫി കഴിഞ്ഞിട്ട് ഒരു 30 ml വിസ്കി അല്ലെങ്കിൽ സ്കോച്ച് അല്ലെങ്കിൽ കോണിയാക്ക് കഴിക്കുന്ന ഒരു ചെറിയൊരു ശീലമുണ്ട്. അപ്പോൾ ഒരു കോഫി കോക്ടെയിൽ ആയാലോ? സോ ഇത് ഒരു ആഫ്റ്റർ ഡിന്നർ കോക്ടെയിലായിട്ടും വരും. വിൻ്റർ ടൈമിൽ സെലിബ്രേറ്ററി ഈ നല്ല ക്രിസ്മസ് ഹോളിഡേയ്സ് അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ ഓഫ് എടുത്ത് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് രാവിലെ ഒരു വിസ്കി കോഫി കോക്ടെയിൽ, ഐറിഷ് കോഫി അടിപൊളിയായിരിക്കും. ഓക്കെ, meanwhile I'm going to taste this lovely cocktail. Wow, beautiful, fantastic. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതേപോലത്തെ അടിപൊളി കോക്ടെയിൽ നിങ്ങൾ എങ്ങനെ കാണും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അത് പോകുന്നതിന് മുമ്പ് ഒരു ആൽക്കഹോൾ സംബന്ധിച്ച് എപ്പോഴും ഡ്രിങ്ക് റെസ്പോൺസിബിളി ഓൾവേസ്. പ്രത്യേകിച്ച് ഈ കോക്ടെയിൽ രാവിലെ ആയാലും രാത്രി ആയാലും ഒരു പ്രാവശ്യം കഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. രണ്ടാമത്തെ കോക്ടെയിൽ ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. We are enjoying this moment. We are enjoying the cocktail. Drink responsibly. Signing off right now.